കൊച്ചാ, കോളേജിലേ യൂണിഫോമിന്റെ പൈസ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാ. യൂണിഫോമിന്റെ പൈസ അച്ഛൻ അയക്കട്ടെ, എന്നിട്ട് നമുക്ക് കൊടുക്കാം കേട്ടാ. എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കള്ളത്തരൊന്നും പറയണ്ട. എനിക്കറിയാൻ ചോദിക്കുമ്പോ പൈസ കൊടുക്കണത്. എന്നെ വെറുതെ പൊട്ടിയാക്കാനൊന്നും നിക്കണ്ട നിങ്ങൾ. എന്റെ മണ്ടു, ഇത് പുറത്തുനിന്നുള്ള ആരും അല്ലല്ലോ, എന്റെ ഏട്ടന്റെ മോനല്ലേ. അതുകൊണ്ട് എന്താന്നേ നമ്മുടെ കൊച്ചിന് ചെലവാക്കേണ്ട പൈസ എടുത്തിട്ട് ഞാൻ പറയുന്നില്ലേ. അതിന് മാത്രം ആര് പൈസ ചെലവാക്കണം ഇവിടെ? പിന്നെ അല്ലാതെ ഇത് പതുക്കെ പറ. എന്തിനാ ഞാൻ പതുക്കെ പറയണ? എന്തിനാ? എടി, അവന്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകണമെങ്കിൽ 10-35 കിലോമീറ്റർ പോണ്ടേ. ഇത് ഇവിടെ നമ്മുടെ മുറ്റത്തായി പോയി കോളേജ്. അത് ഇവിടെ നിൽക്കുന്നത് അവനൊരു സൗകര്യല്ലേ. എന്ത് സൗകര്യം നീ പറയണേ? നാട്ടുകാരൊക്കെ അങ്ങനെ പഠിപ്പിക്കണേ. അവനവന്റെ വീട് നിർത്തി പഠിപ്പിക്കണം. നിങ്ങൾ ഈ ചെയ്യും പോലെ എന്റെ ചേച്ചിയുടെ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പഠിപ്പിക്കായിരുന്നല്ലോ. ആയിരുന്നല്ലോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ചെയ്തൂടെ അങ്ങനെ? അയ്യേ, എന്റെ കുടുംബത്തിലുള്ളവർ അങ്ങനെ നാണം കെട്ട മനുഷ്യരൊന്നും അല്ല. ആരെയും ബുദ്ധിമുട്ടിക്കണത് ആർക്കും ഇഷ്ടമല്ല. ശരി, അപ്പൊ ഞങ്ങൾ നാണം കെട്ടവരാണ്. അത് എന്നെ കൊണ്ട് പറയിക്കല്ലേ ഏട്ടാ. എന്റെ മണ്ടു, നമ്മുടെ കുടുംബത്തിൽ ഒരാളും കൂടെ കൂടുതൽ താമസിക്കുന്നോണ്ട് എന്താ നിനക്ക് ബുദ്ധിമുട്ട്? നീ അതൊന്ന് പറ. നിനക്ക് എന്താണ് ഒരു ബുദ്ധിമുട്ട്? അത് പറ. ഒരു എക്സ്ട്രാ മെമ്പർ നമ്മുടെ ഫാമിലി വന്ന് താമസിക്കുന്നോണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നാണ് ഏട്ടൻ പറയണേ. ഇത് എക്സ്ട്രാ മെമ്പർ അല്ലല്ലോ, ഏട്ടന്റെ മോനല്ലേ. അതുകൊണ്ട് എടി, ഇവിടെ നമുക്ക് 3 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം വേണ്ടേ? അതിന്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി ഭക്ഷണം അവനും കൂടെ വെക്കണം. പിന്നെ ഒരു റൂം ഒഴിഞ്ഞു കിടപ്പുണ്ട്, അവൻ ആ റൂമിനകത്ത് കയറുന്നു, അവൻ പഠിക്കുന്നു, നേരം വിളിച്ചപ്പോൾ വീണ്ടും കോളേജിലേക്ക് പോകുന്നു. ഇതിനകത്ത് എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങൾ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഏട്ടനെ വിളിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഈ കോഴ്സ് തീരും വരെ ഇവിടെ നിർത്തി പഠിപ്പിക്കാനൊന്നും പറ്റില്ല. തൽക്കാലം ഇപ്പൊ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റിക്കോണം. അതെ, അല്ലാണ്ട് പിന്നെ അവന്റെ കല്യാണം കഴിയുന്നവരെ ഇവിടെ നിർത്തുകയല്ലോ. പിന്നെ കോഴ്സ് തീരും വരെ ഇവിടെ നിർത്താനാണോ? വേറെ എവിടെയെങ്കിലും വല്ല ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഹോസ്റ്റലോ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറയും. അല്ല, വീട്ടിൽ നിന്ന് പോയി വരട്ടെ. അതിനിപ്പോ എന്താ? പഠിക്കാൻ അത്ര ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ പണ്ടൊക്കെ 2-3 കിലോമീറ്റർ നടന്നിട്ടല്ലേ പോയി പഠിച്ചിരുന്നത്. അന്ന് സൗകര്യം എന്നാ ഇപ്പൊ സൗകര്യം ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും പോയി പഠിച്ചോട്ടെ. ഇവിടെ നിന്നാ ഞാൻ കണ്ണി കാണാതെ പറയണ കൂട്ടത്തിലാണ്. എനിക്ക് മനസ്സിലൊന്നും ഇരിക്കില്ല. പിന്നെ അപ്പൊ ഞാൻ പറയും. ഇതെന്തപ്പത്? ഇതിപ്പോ എത്ര ദിവസം കെട്ടണമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഒരു 2 ആഴ്ച കെട്ടിടാൻ പറഞ്ഞു, എന്നാലേ ശരിയാവുള്ളൂ. ലിഗ്മെന്റ് തെറ്റിപ്പോയതാണേ. ഒന്നാമത്തെ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോ ശരിക്കും നോക്കിയും കണ്ട് ഇറങ്ങണ്ടേ? 6 സ്റ്റെപ്പ് ഉണ്ട്. ഇനി 2 ഞാൻ ഇറങ്ങിയ എനിക്ക് ഓർമ്മ ഉണ്ട്. ബാക്കി 4 എങ്ങനെ ഇറങ്ങിയെന്ന് ഒരു പിടുത്തമില്ല. എന്തായാലും കുറച്ച് ദിവസം റെസ്റ്റ് കിട്ടിയതാ. ശീതള, പിന്നെ വത്സല മരിച്ചിട്ട് 6 കൊല്ലായി. എനിക്കിപ്പോൾ ആരോഗ്യമുണ്ട്, എണീറ്റ് നടക്കാനും പറ്റുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് കിടന്നു പോയാൽ ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോഴും നേരം വൈകിട്ടൊന്നുമില്ല. എനിക്കൊരു കല്യാണത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാം. ഇതിപ്പോ എന്തുണ്ടായാലും ഞാനും അവനും സഹിച്ചാ മതി. ഈ വന്ന് കയറണോള് ശരിയല്ലാച്ചാലേ എന്റെ മോന്റെ ഭാവിയും കൂടി പോയോ അതൊക്കെ. കോളേജ് അടച്ചാ? തിങ്കളാഴ്ച ഉണ്ട്. അപ്പൊ നീ ചെറിയച്ഛന്റെ അവിടെ അല്ലേ നിക്കണേ? ബാഗ് അവിടെ വെച്ച് പോരായിരുന്നില്ലേ? ഞാൻ ഇവിടെ നോക്കോളാന്നേ.
എന്താ നീ പറയണ കുട്ടി? ഹേയ് എനിക്ക് അച്ഛനെ കാണാൻ തോന്നി അതാന്നേ. ഔ ഇങ്ങനെയുണ്ടോ കുട്ടികള്? ഓൻ പറഞ്ഞേട്ടാ ഓൻ അന്നെ കാണണമെന്നുണ്ട്. ആടെ എൻ്റെ പുരയിലൊന്ന് എന്നെ കാണണമെന്ന് ഓന് തോന്നു. ഓന് കായ് വേണം തോന്നിയാൽ, അല്ലാണ്ട് എന്നെ കാണുകയെ വേണ്ട ഓന്. ഇതിപ്പോ അതൊന്നല്ല കാര്യം പോയതോ. എന്താടാ കാരണം? അല്ല അച്ഛ അത് ചെറിയമ്മയായിട്ട് ഒത്തുപോകാൻ പറ്റില്ല അച്ഛാ. ചെറിയമ്മയ്ക്ക് എന്തോ ഞാൻ അവിടെ നിൽക്കുന്ന ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നു. എന്റെ കുട്ടിയെ, നിനക്ക് ഇവിടുന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ ചെറിയച്ഛന്റെ അവിടെ ആക്കിയത്. അവിടെ ആകുമ്പോ കോളേജ് അടുത്താണ്, പോയി വന്നാൽ 4 അക്ഷരം പഠിക്കാനുള്ള സമയം കിട്ടും. ഇതിപ്പോ നീ എപ്പോഴാ പോണേ, എപ്പോഴാ വരുന്നത്, ഇതൊക്കെ നോക്കിയിരിക്കാൻ ഞാൻ ഇവിടെ കുത്തിരിക്കും വേണ്ടേ? അല്ല, കോളേജിലേക്ക് ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ഇല്ലേ? ഒന്നാമത്തത് ഈ വിചാരിക്കുമ്പോ ഈ പ്രൈവറ്റ് ബസ് എവിടെ കിട്ടാനുള്ളത്? 10-40 കിലോമീറ്റർ പോവുകയും വേണം ഇവിടുന്ന് പോയി വരുമ്പോ. പിന്നെ ആകെ ഉള്ളത് KSRTC ബസ്സാ. ഞാൻ ആ KSRTCക്ക് പോക്കോളാം. അതെ, ഞാൻ അതിന്റെ പേരിൽ ഈ ടെൻഷൻ അടിക്കണ്ട. KSRTCക്ക് പോവാൻ കുട്ടികൾക്ക് സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ടല്ലോ. നമ്മളെ അമ്മേന്റെ മോനൊക്കെ KSRTCയിലല്ലേ പോണേ. ഈ നാളെ തന്നെ KSRTCയിൽ പോയിട്ടെ ശേഷം മാസ്റ്റർ കണ്ടാൽ മതി. ചെറിയ അപേക്ഷ കൊടുക്കണ ഇവിടെ തന്നെ അല്ലേ? അല്ലേ? അല്ലല്ല, പുതിയ കൺസ്ട്രക്ഷൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട്. അതിന്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ല, ഞങ്ങള് ഇപ്പൊ വീട് മാറി കുട്ടി പഠിക്കുന്ന സ്ഥലത്ത് നിന്നേ. അപ്പൊ ഇപ്പൊ ഉള്ള സ്ഥലത്ത് നിന്നുള്ള ടിക്കറ്റ് ആവശ്യത്തിന് വേണ്ടിട്ടാണ്. പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ചേട്ടൻ എന്തിന്റെ? എനിക്ക് പുതുക്കി മേടിക്കാനാ. പുതുക്കാൻ വേണ്ടിട്ട് മേടിക്കാൻ. എല്ലാം ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ, എല്ലാം ഇവിടെ തന്നെ. ധൃതി പിടിക്കലടോ. 3 ദിവസം വ്യാഴ്ചയല്ലേ? എല്ലാവരും എന്തിനാ ഒറ്റ ദിവസം തന്നെ വന്ന്? ഒരു ദിവസം 1 മണിക്കൂറേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞുകൂടാ, അത് മിഷീനല്ല. കൺസ്ട്രക്ഷന്റെ ഫോട്ടോസ് ആയിട്ടുണ്ടോ? എന്താടേ വണ്ടി വന്നില്ലേ? വിളിച്ചു വെച്ചാ? എടി വണ്ടി കേട് വന്നു, കുട്ടിക്ക് സ്കൂളിൽ പോണ്ടേ? അപ്പൊ ഇന്നത്തെ അവളുടെ ക്ലാസ്സോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഈ 1000-1500 കൊടുത്ത് സ്കൂൾ ബസ് വേണ്ട. അവിടെ 2 വീലർ ഇരിക്കണ്ട, അതിലെന്നും കൊണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? വേറെ മല മറിക്കണ പണിയൊന്നുമില്ലല്ലോ വീട്ടിലെ. 10 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല, നീ വണ്ടി എടുത്തിട്ട് കൊണ്ടാക്കിട്ട് വാ. അത് കഴിഞ്ഞിട്ട് മതി വീട്ടിലെ പണി. ഒരു പരിപ്പ് കുത്തി കലക്കി ഇതും ഇത്തിരി അരി ഇട്ടിട്ട് ഒരു കഞ്ഞി, ഇത് വെക്കാനപ്പത്ത ഫോൺ വെച്ചിട്ട് കുട്ടിയെ കൊണ്ടാക്കിട്ട് വാ. ഒക്കെ റെഡി, ഒക്കെ റെഡി. എന്തൊക്കെയുണ്ട്? ഞാൻ വീടിനടുത്തുള്ള പയ്യനെ ഒരു കൺസെഷൻ കൊടുക്കാൻ വേണ്ടി വന്നാണ്. നീങ്ങില്ലേ? എന്തിനാ കാണിക്കണം? തളണ എന്തിനാണെന്ന്? വീടിനടുത്തുള്ള പയ്യനെ കൺസെഷൻ ശരിയാക്കാൻ പറഞ്ഞു. അതൊന്ന് ശരിയാക്കി തരണം. റെഡിയാക്കാലോ അല്ലേ? ലീവൊക്കെ തീർന്നാ? ലീവൊക്കെ തീരെ 2 ദിവസമായിട്ട് വന്നിട്ടേ ഉള്ളന്ന്. എന്തൊരു പറയാ, അളിയൻ ആക്സിഡന്റ് ആയ കാര്യം അറിഞ്ഞു. ആക്സിഡന്റ് ആയിട്ട് അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞ് 2 ലക്ഷം രൂപ. വീട്ടിലെ കഥ വീട്ടിൽ പോയിട്ട് പറയാം. തളണ എന്തിനാണ്? നമുക്ക് ഡ്യൂട്ടി വീട്ടുകാര്യങ്ങൾ പറയാനുള്ള സ്ഥലമല്ല. അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ 2 ലക്ഷം രൂപ ചോദിച്ചാൽ ഞാൻ അപ്പുറത്ത് വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോ CT സ്കാൻ എന്ന് പറഞ്ഞ് അവൻ 3 ലക്ഷം രൂപ ചോദിച്ചു. ഇപ്പൊ എന്തരായി? ആളും പോയി പൈസ ഇല്ല. പെങ്ങളെ കുട്ടികളൊക്കെ എന്റെ കുടുംബത്തിൽ നോക്കണം. അത് എന്തര എന്ന് കിട്ടാ ഇത്? അണേ ശരിയാക്കി വെക്കണം കേട്ടാ. വണ്ടിക്കുള്ള സമയമായി. പോട്ടാ. ശരി എന്നാ, ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ക്ഷമിച്ചിരിക്കണ്ടല്ലോ, ഇയാൾക്ക് മാത്രം എത്ര ദേഷ്യം? ബുദ്ധിമുട്ടുണ്ട് സാറേ, അതുകൊണ്ട് തന്നെയാണ്. സാറ് ഇതൊന്ന് നോക്ക്. അല്ല, വീട്ടുകാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഓഫീസില്. എവിടെ പഴയ കൺസ്ട്രക്ഷൻ? എവിടെ പഴയ കൺസ്ട്രക്ഷൻ അല്ല, ഞങ്ങക്ക് പുതിയ കാർഡ് എടുക്കാൻ വേണ്ടി, പുതിയ കൺസ്ട്രക്ഷൻ ഇത് കിട്ടാൻ വേണ്ടിട്ടാണ്. തൊണ്ടുവയ്ക്കുക സമയമില്ലാത്തോടത്ത് ആകെ 1 മണിക്കൂറിന്റെ 1/2 മണിക്കൂറുള്ളൂ. എന്താ കാര്യം സാറ്? അല്ല, എന്താ ഇത് കാര്യം പറയേ സാറ്. കാര്യം പറഞ്ഞോ. ഇത് പിടിച്ചേ സാറ്, കാര്യം പറഞ്ഞോ, എന്നിട്ട് പോവാ സാറ്. ഇവിടെ കൺസ്ട്രക്ഷൻ പുതുക്കണ സ്ഥലമാണ്, പുതിയ കൺസ്ട്രക്ഷൻ കൊടുക്കണല്ല. പുതിയ കൺസ്ട്രക്ഷൻ എടുക്കില്ലേ ഇവിടെ? അതെ, നിങ്ങൾക്ക് ഇപ്പൊ നേരം വിളിച്ചേ ഉള്ളൂ. സാറ് ഇത്ര കാലം ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റെഗുലർ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമായില്ലേ? ഈ 2 മാസത്തിലിടയ്ക്ക് ഇതുവരെ ഇയാൾ എന്താ എടുക്കാൻ? ഞങ്ങള് സ്ഥലം മാറി, ഞങ്ങള് വീട് മാറിയതുകൊണ്ടാണ്. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തു നിന്നാണ് വേണ്ടത്. അങ്ങനെ കിട്ടില്ലേ? അങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടാൻ തരില്ല. പിന്നെ അതാ പറഞ്ഞത്. സാറ് അത് പറയൂ, അല്ലാതെ വെറുതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരി. ഇത് എവിടെ പറ്റ? ഇത് എവിടെ? ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ നിയമമൊക്കെ പറഞ്ഞിരുന്ന ആകെ അരമണിക്കൂർ വിളിക്കേണ്ട ആൾക്കാരെ ഞാൻ വിടണ്ടേ? ഇത് എപ്പോ വന്നാലേ നിയമം പറയാ സാറേ? അതെ, ഇതേ ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പോ ഈ കാർഡ് ഇപ്പൊ ഈ കാല സമയം കഴിഞ്ഞല്ലോ, ഇനി പുതുക്കണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ MD പോയി കാണണം. സാർ അതങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ചേട്ടാ അയാൾ ചൂടായിട്ടിരിക്കണം കേട്ടാ. ഞാൻ ജോയിന്റ് ആർട്ടി വേണ്ടി പോയിട്ട് ചിലപ്പോ കാര്യം നടക്കും അല്ലേ? എന്നാ താൻ ഇവിടെ വന്നിരുന്നിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ആകെ 15 മിനിറ്റേ ഉള്ളൂ. ഇത് കിട്ടിയിട്ട് പോണോ? അവനവന്റെ ജോലി ചെയ്യാ. ഇതിലെവിടെ അതുണ്ടല്ലേ? എന്തുണ്ട് അതിലാ കൺസെഷൻ എവിടെ? കൺസെഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ. അത് എടുത്തിട്ട് വാ, കൺസെഷൻ കൊണ്ട് വാ. എന്താണ് ഓരോന്നും കൊണ്ട് വരും. എല്ലാ സാധനം ഉണ്ടോ നോക്കാൻ അറിയില്ലേ? സാക്ഷര കേരള അത്ര. ആരാണ്? എന്താ വേണ്ട? എന്താ കാര്യം? എന്താണ്? അട്ടാണാ ദൈവമേ, ഇവിടെ വന്ന എന്തിനാണ്? എന്താണ് ആവശ്യം? പറ. എന്താ വന്ന? എന്താ? ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എനിക്ക് മനസ്സിലായില്ലാന്ന്. തനിക്ക് എന്താ വേണ്ടത്? ഒന്ന് ഓർത്ത് നോക്കി. അമരീഷ എന്നുള്ള സുഖം വന്ന് ഓർമ്മ എന്റെ കുറവാറ്റും. എനിക്കൊട്ട് ഒരുപാട് ജോലിയുള്ള. താൻ വന്ന കാര്യം പറയടോ. ഒരു മിനിറ്റ്. ഇത് വൃത്തിയായിട്ട് അയാൾ കാണിക്കണ. ഇപ്പൊ മനസ്സിലായില്ല പോലെ. എനിക്ക് മനസ്സിലായില്ല. തനിക്ക് എന്താണ് ആവശ്യം? എന്താണ് അത് പറ. ഞായറാഴ്ച ഓർമ്മയില്ല? കഴിഞ്ഞ ഞായറാഴ്ച 16-ാം തീയതി. ഞായി കല്യാണം, സദ്യ, എരിശ്ശേരി, പുളിശ്ശേരി, കൂട്ടേറി, അവിയല്, പപ്പടം, 2 കളർ പപ്പടം പൊടിച്ചു തിന്നത്. കല്യാണത്തിന് കഴിഞ്ഞ ഞായറാഴ്ച കല്യാണത്തിന് വന്നിട്ടുണ്ടായി. അവിടെ രാഘവേട്ടന്റെ ആരാ? രാഘവട്ടൻ. കല്യാണത്തിന്റെ തൊട്ടിപ്പുറം കസേരന്റെ അടുത്ത് ഇരുന്നതാരി. ആര്? മനസ്സിലായ? ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടാ? എനിക്ക് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് കൈകുമ്പം എന്റെ പുറകിലുണ്ടായത്. അതാ ഞാൻ പുറം കാണിച്ചു. എനിക്കും അങ്ങോട്ട് കത്തില്ല. എനിക്കത് മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ആവശ്യം? എന്താണ് പറ. എനിക്ക് ജോലി ഇവിടെ ഉണ്ട് ഒരുപാട്. അതെ ശരി. നമ്മളെ സുലൈമാക്ക ഉണ്ടല്ലോ, നമ്മളെ സുലൈംഖ 6 പോക്കൂല്ലേ? നല്ല കയ്യൽ ഉഷാറില്ലേ? താൻ കഥാപ്രസംഗം പറയാതെ ഇപ്പൊ വന്ന കാര്യം പറയടോ. അല്ല സുലൈംഖാന്റെ മോനി ഒരു ചെറിയൊരു വണ്ടി എടുത്തിന്. നമ്മളെ സുലൈംഖാന്റെ മോൻ ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ഓൻ എന്ത് ചെയ്തു വെച്ചാൽ ഇനി കളർ ലൈറ്റ് ടയറെല്ലാം മാറ്റിയിട്ട് ഫുള്ള് അടിപൊളി കളർഫുൾ ആക്കി. താൻ ഇന്നലെ പിടിച്ച ടെമ്പോ ട്രാവലറിന്റെ കാര്യമാണോ പറയണ? അതന്നെ സൂപ്പർ സംഭവം, അടിപൊളി. എന്ത് സൂപ്പർ? ടെമ്പോ ട്രാവലറിലാണോ പള്ളി പെരുന്നാൾ നടത്തണ? എന്തിനോട് അത്രയും ലൈറ്റ് ഒക്കെ ഇട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കണ? സാർ അത് ഓന്റെ ഒരു സന്തോഷത്തിനാണ്. അത് പിഴ അടക്കേണ്ടി വരും. പിഴ അടക്കാതെ വണ്ടി പോകാൻ പറ്റില്ല. ഒന്നിനെങ്കിലും അല്ല, പിഴ അടക്കേണ്ടി വരും. അല്ല നമ്മ തമ്മിൽ എടാപോടാ ബന്ധം എന്ന് പറഞ്ഞു എങ്കിൽ എന്ത്? നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടല്ലോ. നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? എണീക്കടോ, തന്നോടല്ലേ എണീക്കാൻ പറഞ്ഞത്? ഓഫീസിൽ വന്നിട്ട് വൃത്തിയായിട്ട് കാണിക്കണം. അല്ല സാറേ, എവിടെ വന്നേക്കണേന്ന് എനിക്കറിയാമോ? വല്ലയിടത്തും വന്ന് കല്യാണം കൂടി പായസവും കുടിച്ചിട്ട് ബന്ധം പറയാൻ വന്നേണ. ഇറങ്ങിപ്പോടും. ഞാൻ സുലൈംഖാനോട് ഇറങ്ങിപ്പോവാൻ. ഓരോമാര് വന്നോളൂ. ബന്ധത്തിന് വിലയില്ല നാട്ടിൽ. വന്ന് കല്യാണം കൂടി പായസവും കുടിച്ചിട്ട് ബന്ധം പറയാൻ വന്നേണ. ഇറങ്ങിപ്പോടും. ഞാൻ സുലൈംഖാനോട് ഇറങ്ങിപ്പോവാൻ. ഓരോമാര് വന്നോളൂ. ബന്ധത്തിന് വിലയില്ല നാട്ടിൽ. ഈ ആരാണ് ഇയാളൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടണ? ദൈവമേ, എന്താണ് സാറേ? ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ് സാറേ. എന്ത് ഹെൽപ്പാണ്?
ഞാൻ മോൻ്റെ ഈ കൺസെഷൻ ടിക്കറ്റിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അത് ഇവിടെ അല്ല കേട്ടാ, അത് കെ എസ് ആർ ടി സിയിലാണ് കൺസെഷൻ. ഇവിടെ കെ എസ് ആർ ടി സിയിലെ പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ഒരുപാട് വർക്ക് എനിക്കുണ്ട്. തലക്ക് വെള്ളിവില്ലാത്തവന്മാരാണ് ഈ വന്നത്. എനിക്ക് ഇവരോട് മറുപടി പറയാൻ നേരമില്ല. സാറേ നമ്മള് അതുകൊണ്ടല്ല, ഞങ്ങൾ അവിടെ പോയിരുന്നു KSRTC അപ്പൊ അയാള് വേറെന്തൊക്കെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ അവിടെ തരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല സാറ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോ സാധാരണ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പറഞ്ഞത് KSRTCയിലാണ് കൊടുക്കണ്ടേന്ന് പറഞ്ഞു. നമ്മൾ അവിടെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പൊ പുള്ളി പറഞ്ഞത് ഇവിടെ നിന്നല്ല, ഇത് തിരുവനന്തപുരത്ത് നിങ്ങൾ MD കൊണ്ടുപോയി കാണിക്കണം, KSRTCയിൽ ഇവിടെ. തിരുവനന്തപുരത്തുണ്ടോ MD കാണിക്കാൻ പറഞ്ഞ MD കാണിക്കണം, അല്ലാതെ എന്നെ കാണിച്ചിട്ട് എന്തായാലും. സത്യം പറഞ്ഞ ഒരു 2 മാസമായിട്ടുള്ള കുട്ടിയുടെ ഡിഗ്രി ക്ലാസ് തുടങ്ങിയിട്ടേ. അപ്പൊ നമ്മള് ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആവശ്യം വന്നത്. അത് പറ ക്ലാസ് തുടങ്ങി അപ്പൊ തന്നെ അപേക്ഷയില്ല, അത് കിട്ടൂലല്ല. നിങ്ങൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ ചെന്നാ അവര് തരൂല. അത് തിരുവനന്തപുരത്ത് തന്നെ പോകേണ്ടി വരും. അല്ല സാറേ, നമുക്ക് വീട് ഇപ്പോഴാണ് മാറേണ്ട ഒരു ആവശ്യം വന്നത്. എന്റെ പൊന്നേട്ട, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയാവോ, ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ അത് ജെന്യൂൻ ആണെന്ന് അറിയാനാണ് തിരുവനന്തപുരത്ത് പോയിട്ട് തന്നെ ഓർഡർ മേടിക്കേണ്ടി വരും. അല്ല സാറേ, പുള്ളി ഇങ്ങനെ ചെറിയൊരു കാര്യത്തിന് തിരുവനന്തപുരത്ത് പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വലിയ ഉദ്യോഗസ്ഥനെ പോയി കാണണം എന്നൊക്കെ. അത് തിരുവനന്തപുരം ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ചെറിയ അസുഖമായിട്ട് താലൂക്ക് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ എടുക്കാതെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാറില്ലേ? അതുപോലെ കണക്കാക്കി മതി ഇതും. അല്ല സാറേ, അതിപ്പോ ഈ കാലിലൊരു മുള്ളുകുത്തിയ കാര്യത്തിന് ആരും മെഡിക്കൽ കോളേജിൽ പോകാൻ പറയൂലല്ലോ സാറേ. അത് താനല്ല തീരുമാനിക്കണം. മുള്ളു കയറിയെടുത്ത് പഴുക്കുമെങ്കിൽ എന്ത് ചെയ്യും? മെഡിക്കൽ കോളേജിൽ തന്നെ പോകണ്ടേ? അവരവിടെ പോയി MD കണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ താൻ പോയി അപേക്ഷ കൊടുക്കണം. ഇവിടെ നിന്ന് രാഗിയിട്ട് ഒരു കാര്യമില്ല, നടക്കൂല്ല അത്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ മകനൊരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികൾക്കുള്ള ഒരു ആനുകൂല്യമാണല്ലോ ഈ കൺസെഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോ വേണം, എപ്പോ മുതൽ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഒരു വിദ്യാർത്ഥിക്ക് ഇല്ലേ സാറേ? അതെ. അപ്പൊ വകുപ്പ് റൂളൊക്കെ അറിയാം. തന്നെ ഈ എന്നോട് ചോദിച്ചതേ, തിരുവനന്തപുരത്ത് ചെല്ലുമ്പോ KSRTCയുടെ MD ചോദിക്കും. എന്നിട്ട് അയാൾ എന്താണ് പറയണേന്ന് പറഞ്ഞാൽ ആ മറുപടി എനിക്കും കൂടി ഒന്ന് പറഞ്ഞതാ. അപ്പൊ തന്നെ പോലെ ഇവിടെ വന്ന വകതകളോട് എനിക്കത് പറഞ്ഞു കൊടുക്കാനാണ്. ഇവിടെ ഒന്നും നടക്കില്ലല്ലോ. ഇവിടെ ഒന്നും നടക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ 100 കൂട്ടം ജോലി ഉണ്ടെന്നേ. കണ്ണി കണ്ട് ഓഫീസിൽ പോകേണ്ട മുഴുവൻ ഇപ്പൊ ഒരു ഭ്രാന്തനെ ഞാൻ അങ്ങനെ പറഞ്ഞു വിട്ടേ ഉള്ളൂ. സുലൈമാനിക്കാന്ന്. ശരി സാർ. കാര്യം അയാൾ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. എന്തിനാണ് ഒരു ചെറിയ മുള്ളുകൊണ്ട് ഇനി മെഡിക്കൽ കോളേജിലോട്ട് വരണമെന്നാവോ? എന്തായാലും ആകട്ടെ, പോയി അനുഭവിക്കട്ടെ.